ഹലോ, ഐ എം അഡ്വക്കേറ്റ് ജസ്ന ഷബീർ അലി. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി 2 കത്തുകൾ ജയിലിൽ നിന്ന് എഴുതിയിരുന്നു. അത് ദിലീപുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടോ എന്നാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പ്രോസിക്യൂഷൻ എന്താണ് ഇതിൽ പറഞ്ഞതെന്ന് നോക്കാം. പ്രോസിക്യൂഷൻ സ്റ്റോറി ഇതിനെക്കുറിച്ച് എന്താണെന്ന് നോക്കാം. പൾസർ സുനി ജയിലിൽ എത്തുന്ന സമയത്ത് 2 തടവുകാരാണ് ഒപ്പം ഉണ്ടായിരുന്നത്. ഒന്ന് വിപിൻ ലാൽ, ഒന്ന് വിഷ്ണു. അപ്പോൾ ആദ്യമായിട്ട് ഈ പൾസർ സുനി ഇവരോടാണ് മനസ്സ് തുറക്കുന്നത്. അതായത് ഈ ഒരു കുറ്റകൃത്യം ചെയ്തത് ദിലീപിന് വേണ്ടിയാണെന്നും ദിലീപ് തന്ന കൊട്ടേഷൻ പ്രകാരമാണ് ഞാനിത് ചെയ്തതെന്നും ഈ ചെയ്ത കുറ്റകൃത്യത്തിന് പകരമായി ദിലീപ് എനിക്ക് പണം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുമായിരുന്നു ഈ പൾസർ സുനി ഈ 2 തടവുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബാക്കി പണം വാങ്ങാനായിട്ട് ഒരു ഫോൺ അത്യാവശ്യമായിട്ട് വേണമെന്ന് പറഞ്ഞിരുന്നു. ആ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഫോൺ കൊണ്ട് ഒരു ഉപയോഗം ഉണ്ടായില്ല. കാരണം ഫോൺ ഉപയോഗിച്ച് പലർക്കും വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവരെയൊന്നും ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. വേണ്ടത്ര വിധത്തിൽ അത് ഫലവത്തായില്ല. അതുകൊണ്ട് തന്നെ പൾസർ സുനി വിചാരിച്ചു ഒരു ലെറ്റർ എഴുതി കളയാമെന്ന്. ഇതിനു മുമ്പ് തന്നെ ഒരു തടവുകാരൻ, അതായത് വിഷ്ണു എന്ന തടവുകാരൻ ജയിലിൽ നിന്ന് റിലീസായിരുന്നു. അതായത് വിഷ്ണുവിന്റെ ജയിൽവാസം അവസാനിച്ച് റിലീസായി. ഈ വിഷ്ണുവിന് പകരമായിട്ട് അവിടെ വന്നത് ജിൻസൺ എന്ന തടവുകാരനാണ്. പൾസർ സുനിൽ എഴുതുകയാണ്, ദിലീപിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്റർ എഴുതുകയാണ്. അപ്പോൾ എഴുതുമ്പോൾ ആകെ പ്രശ്നം. കാരണം ആകെ വെട്ടും കുത്തും, പിന്നെ അത് മാത്രമല്ല മോശം ഹാൻഡ് റൈറ്റിംഗ്, മോശം കൈയക്ഷരം. അപ്പോൾ പൾസർ സുനിക്ക് അത് അത്ര അങ്ങോട്ട് പറ്റുന്നില്ല. കൂടെയുള്ള സഹതടവുകാരനോട് പറഞ്ഞു, അതായത് വിപിൻ ലാലിനോട് പറഞ്ഞു ഒരു ലെറ്റർ എഴുതി തരാൻ. വിപിൻ ലാൽ സമ്മതിച്ചു. അത് പ്രകാരം പൾസർ സുനി പറഞ്ഞു കൊടുത്തു, കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ കാര്യങ്ങളൊക്കെ ലെറ്ററായിട്ട് എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രോസിക്യൂഷന് ഈ പൾസർ സുനി പറഞ്ഞു കൊടുത്തത് തന്നെയാണ് വിപിൻ ലാൽ എഴുതിയതെന്ന് കൃത്യമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞില്ല. കാരണം വിപിൻ ലാലിന്റെ സാക്ഷിമൊഴിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നത് പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എഴുതി എന്നാണ്. അതായത് പൾസർ സുനി തൊട്ടടുത്തിരുന്നാണ് എഴുതിയതെന്നൊന്നും മൊഴിയിലില്ല. പറഞ്ഞു കൊടുക്കുന്നു, എഴുതുന്നു, അങ്ങനെ ഒരു മൊഴിയില്ല. വിപിൻ ലാൽ പറയുന്നത് പൾസർ സുനി പറഞ്ഞു തന്നിരുന്ന കാര്യങ്ങൾ, അതായത് വിശദീകരിച്ച് തന്നിരുന്ന കാര്യങ്ങൾ ഞാൻ ഒരു ലെറ്ററായിട്ട് എഴുതി എന്നായിരുന്നു വിപിൻ ലാലിന്റെ മൊഴി. ഡിഫൻസ് പറഞ്ഞത് ഇത് പൾസർ സുനി പറഞ്ഞത് തന്നെയാണോ വിപിൻ ലാൽ എഴുതിയതെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നും വിപിൻ ലാലിന്റെ ഇഷ്ടത്തിന് എഴുതിയ ഒരു ലെറ്ററാണ് അതെന്നുമായിരുന്നു ഡിഫൻസ് പറഞ്ഞത്. അങ്ങനെ ലെറ്റർ എഴുതി കഴിഞ്ഞു. ലെറ്റർ എഴുതിയതിന് ശേഷം ഇത് പുറത്തേക്ക് എത്തിക്കണമല്ലോ. അപ്പോൾ വിപിൻ ലാലിനെ ഒരു മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വിപിൻ ലാൽ ഇത് ഈ ലെറ്റർ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വിപിൻ ലാലിനെ കൊണ്ടുപോകുമ്പോൾ അവിടെ ആ മജിസ്ട്രേറ്റ് കോർട്ടിൽ വിഷ്ണു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ ഈ ലെറ്റർ കൊടുത്തു എന്നാണ് പ്രോസിക്യൂഷൻ സ്റ്റോറി. വിഷ്ണു ഈ ലെറ്ററുമായിട്ട് ദിലീപിന്റെ വീട്ടിൽ ചെന്നു എന്ന് പ്രോസിക്യൂഷൻ സ്റ്റോറിയിലുണ്ട്. ദിലീപിന്റെ വീട്ടിൽ ചെന്നപ്പോൾ ദിലീപ് അവിടെ ഇല്ല. ദിലീപിന്റെ സഹോദരനാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ദിലീപിന്റെ സഹോദരനോട് ദിലീപിന്റെ ഡ്രൈവറുടെ നമ്പർ ചോദിക്കുകയാണ്. അപ്പോൾ ദിലീപിന്റെ ഡ്രൈവറുടെ നമ്പർ ദിലീപിന്റെ സഹോദരൻ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് ഈ വിഷ്ണു ദിലീപിന്റെ ഡ്രൈവറായ അപ്പുണ്ണിക്ക് വിളിക്കുന്നു. അപ്പുണ്ണി ദിലീപിനോട് പറയുന്നു ഇങ്ങനെ പൾസർ സുനി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദിലീപ് പറഞ്ഞു ഒരു അടുത്തുള്ളൊരു ടാക്സി സ്റ്റാൻഡ് പറയുകയാണ്. ആ ടാക്സി സ്റ്റാൻഡിൽ പോയി അയാളെ കണ്ട് എന്താണ് ലെറ്റർ എന്ന് വാങ്ങിക്കൊണ്ടുവരാൻ പറയുകയാണ്. പ്രോസിക്യൂഷൻ സ്റ്റോറിയാണ് ഇതൊക്കെ. പിന്നീട് വിഷ്ണുവും അപ്പുണ്ണിയും ഒരു ടാക്സി സ്റ്റാൻഡിൽ വെച്ചിട്ട് കാണുന്നു. പക്ഷേ ഈ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് അപ്പുണ്ണിക്ക് ആ ലെറ്റർ കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ആ ലെറ്റർ അപ്പോഴും വിഷ്ണുവിന്റെ കൈവശം തന്നെയാണ് ഉള്ളത്. ഈ വിവരം അപ്പുണ്ണി ദിലീപിനോട് പോയി പറയുന്നു. ഇതാണ് പ്രോസിക്യൂഷൻ സ്റ്റോറി. അപ്പോൾ ഈ ഒരു പ്രോസിക്യൂഷൻ സ്റ്റോറി വെച്ച് ഇതൊക്കെ നടന്നിട്ടുണ്ടെന്നും പൾസർ സുനിയും ദിലീപും തമ്മിൽ നല്ല പരിചയമുള്ള ആൾക്കാരാണെന്നും പ്രോസിക്യൂഷൻ തെളിയിക്കണം. തെളിയിക്കാനായിട്ട് എന്തൊക്കെയാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സാക്ഷിമൊഴികളാണ് ഹാജരാക്കിയത്. അതായത് വിപിൻ ലാലിന്റെയും വിഷ്ണുവിന്റെ ഒക്കെ മൊഴികൾ. ഈ രേഖകളൊന്നും ഹാജരാക്കിയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലെറ്റർ തന്നെയാണ് രേഖയായിട്ട് ഉണ്ടായിരുന്നത്. ലെറ്റർ കാണിച്ചുകൊണ്ടാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഈ ലെറ്റർ വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ദിലീപും പൾസർ സുനിയും തമ്മിൽ അറിയുന്നവരാണെന്നും പരിചയമുള്ളവരാണെന്നും എന്നാണ് പറയുന്നത്. പക്ഷെ ഡിഫൻസ് അതിനെ ശക്തമായി എതിർത്തു. ഡിഫൻസിന്റെ വാദം എന്ന് പറയുന്നത് പൾസർ സുനിക്ക് ആരുടെ പേര് വെച്ച് വേണമെങ്കിലും ഒരു ലെറ്റർ എഴുതാം. അങ്ങനെ ഒരു ലെറ്റർ എഴുതിയെന്ന് വിചാരിച്ച ദിലീപിന് അതിൽ നേരിട്ട് ഒരു പരിചയമുണ്ട് എന്ന് പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ നേരിട്ട് ഈ കുറ്റകൃത്യത്തിന് ഒരു ഭാഗമാണെന്നും പറയാൻ കഴിയില്ല എന്നായിരുന്നു ഡിഫൻസ് വാദിച്ചത്. അപ്പോൾ മറ്റ് തെളിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കി. മറ്റ് തെളിവുകൾ CCTV ഫുട്ടേജ് ഒക്കെ ഈ പ്രോസിക്യൂഷൻ ഹാജരാക്കുന്നുണ്ട്. പക്ഷെ CCTV ഫുട്ടേജ് എവിടുത്തെ CCTV ഫുട്ടേജ് ആണ് ഹാജരാക്കുന്നത്? ജയിലിലെ തന്നെയാണ്. ജയിലിലുണ്ടായ കാര്യങ്ങൾ എന്താ എഴുതിയതാണ്. അതിന്റെ CCTV ഫുട്ടേജ് കിട്ടിയാലും അത് ദിലീപുമായി കണക്ട് ആവുമെന്ന് പറയാൻ കഴിയില്ല. ഏറ്റവും കൂടുതലായിട്ട് തെളിയിക്കേണ്ട ഒരു കാര്യം ഈ ദിലീപിന്റെ ഡ്രൈവറും വിഷ്ണുവും ഒരു ടാക്സി സ്റ്റാൻഡിൽ വെച്ച് കണ്ടു എന്നുള്ളതാണ്. ഈ ടാക്സി സ്റ്റാൻഡിൽ വെച്ചിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള എന്തെങ്കിലും ഒരു തെളിവ് കോടതിയിലേക്ക് കൊണ്ടുവന്നിരുന്നുവെങ്കിൽ അത് ദിലീപിനെ കൊടുക്കാൻ അവിടെ കഴിയും എന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനൊരു തെളിവും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല.
അത് മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് വലിയൊരു പിഴവ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സാക്ഷിമൊഴികളായിട്ട് വിഷ്ണുവിന്റെയും വിപിൻലാലിന്റെയും സാക്ഷിമൊഴികളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വിഷ്ണുവിനെ ചോദ്യം ചെയ്തത് 2/5/2017 എന്നാൽ അപ്പോൾ തന്നെ ഈ ലെറ്റർ സീസ് ചെയ്തെടുക്കണമായിരുന്നു. പക്ഷെ അവിടെ ഒരു അബദ്ധം പറ്റിയത്, 2-ാം തീയതി ഒരു സാക്ഷിയുടെ മൊഴി എടുക്കുമ്പോൾ സാക്ഷിയുടെ കൈവശം ഉണ്ടായിരുന്ന ഈ ലെറ്റർ കൂടി സീസ് ചെയ്തെടുക്കണമായിരുന്നു. പക്ഷെ 2-ാം തീയതി തന്നെ ഈ ലെറ്റർ അന്വേഷണ ഉദ്യോഗസ്ഥർ സീസ് ചെയ്തെടുത്തിട്ടില്ല. എന്നാൽ 3-ാം തീയതി സീസ് ചെയ്തെടുക്കാമായിരുന്നു, അതും ചെയ്തിട്ടില്ല. 4-ാം തീയതിയാണ് ഈ ലെറ്റർ സീസ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ സീസ് ചെയ്തെടുത്തത് മീഡിയയിൽ ഈ ലെറ്റർ പബ്ലിഷ് ആയതിനു ശേഷമാണ് ഇത് സീസ് ചെയ്തെടുക്കുന്നത്. 2-ാം തീയതി ഈ വിഷ്ണു എന്ന സാക്ഷിയെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് അറിയാമായിരുന്നു ഇങ്ങനെയൊരു ലെറ്റർ അയാളുടെ കൈവശം ഉണ്ടെന്ന്. അറിഞ്ഞിട്ടും ആ ലെറ്റർ സീസ് ചെയ്തെടുത്തിട്ടില്ല. അത് മാത്രമല്ല, അത് മീഡിയയിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് സീസ് ചെയ്തെടുക്കുന്നത്. പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളൊന്നും ദിലീപിനെ കണക്ട് ചെയ്യാൻ മതിയാകുന്നതായിരുന്നില്ല. അതായത് CCTV ഫുട്ടേജ് ആണെങ്കിൽ ജയിലിലെ CCTV ഫുട്ടേജ് ആണ്. പിന്നെ ഹാൻഡ് റൈറ്റിംഗ് എക്സ്പെർട്ടിനെ കൊണ്ടുവരുന്നുണ്ട്, അത് വിപിൻലാൽ എഴുതിയ ലെറ്റർ ആണെന്ന് തന്നെ തെളിയുന്നു. പക്ഷെ അതുകൊണ്ട് അത് ദിലീപിനെ നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണെന്ന് പറയാൻ കഴിയില്ല. കാരണം സംഭവം നടന്നതിന് ശേഷമാണ് പൾസർ സുനി പറഞ്ഞിട്ടാണ് ഈ വിപിൻലാലും വിഷ്ണുവും അത് ദിലീപ് പറഞ്ഞ കൊട്ടേഷനാണെന്ന് പൾസർ സുനി പറഞ്ഞതിൽ നിന്നാണ് അവർ അറിയുന്നത്. അതുകൊണ്ട് തന്നെ വിപിൻലാലിന്റെയും വിഷ്ണുവിന്റെയും സാക്ഷിമൊഴികളിൽ നിന്നൊന്നും ദിലീപിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒന്നും തന്നെ ഇല്ല. പിന്നെ പ്രോസിക്യൂഷൻ പറഞ്ഞത്, ഈ പൾസർ സുനി ഇങ്ങനെ ഒരു ലെറ്റർ ദിലീപിന് തന്നെ എഴുതണമെങ്കിൽ, അതായത് മറ്റാരുടെയും പേര് വെക്കാതെ ദിലീപിനെ തന്നെ ഫോക്കസ് ചെയ്യണമെങ്കിൽ അത് ദിലീപ് ചെയ്തത് കൊണ്ട് തന്നെയാണെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പക്ഷെ അവരുടെ ഡിഫൻസ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ ദിലീപ് ഒരിക്കലും ഈ ഒരു ലെറ്ററിന്റെ ഇൻഫോർമേഷൻ കിട്ടിയ ഉടനെ തന്നെ പോലീസിലേക്ക് അറിയിച്ചു എന്നുള്ള കാര്യമാണ് അവിടെ ഡിഫൻസ് പറഞ്ഞത്. അടുത്തൊരു ലെറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ആദ്യം ഒരു ഫൈനൽ റിപ്പോർട്ട് നൽകി, പിന്നീട് ഫർദർ ഇൻവെസ്റ്റിഗേഷന്റെ സമയത്താണ് പൾസർ സുനി 2-ാമത്തെ ഒരു ലെറ്റർ എഴുതുന്നത്. ഈ ലെറ്ററിന്റെ ഒരു കോപ്പി പൾസർ സുനിയുടെ അമ്മയെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു. മീഡിയയിൽ ഈ ലെറ്റർ പബ്ലിഷ് ആയപ്പോഴാണ് ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഈ ലെറ്ററിനെ കുറിച്ച് അറിയുന്നത്. ഈ ലെറ്റർ എന്നാണ് എഴുതിയതെന്നോ ഏത് സമയത്ത് എഴുതിയതെന്നോ ഏത് ഒക്കേഷനിലാണ് ഇത് എഴുതുന്നതെന്നൊന്നും ഈ ലെറ്റർ സീസ് ചെയ്തെടുക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ലെറ്റർ കൊണ്ടോ പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഡിഫൻസിന്റെ ഭാഗത്തുണ്ടായിരുന്നത്, ഇത് റിപ്പോർട്ടർ ചാനലിലൂടെയാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അതുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അതുപോലെ പൾസർ സുനിയുടെ അമ്മയും തമ്മിൽ കൂടി ആലോചിച്ചിരുന്ന് റിപ്പോർട്ടർ ചാനലിൽ വഴി ഉണ്ടാക്കിയിട്ടുള്ളൊരു തെളിവാണെന്നായിരുന്നു ഡിഫൻസ് വാദിച്ചിരുന്നത്. പൾസർ സുനി എഴുതിയ 2 കത്തുകളും ദിലീപുമായി കണക്ട് ചെയ്യാൻ കഴിയുന്നതായിരുന്നില്ല. അത് മാത്രമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ചില പിഴവുകൾ അതൊക്കെ ഈ പ്രോസിക്യൂഷൻ കേസിനെ വല്ലാതെ ബാധിച്ചു എന്ന് തന്നെ പറയാം. ഏറ്റവും നല്ല 2 തെളിവുകളായിരുന്നു ഈ ഫോണും ലെറ്ററും. പക്ഷെ ഈ ഫോണും ലെറ്ററും ദിലീപുമായി ബന്ധിപ്പിക്കുന്ന ഒരു തെളിവേ അല്ലെന്ന് തന്നെ നമുക്ക് ആ പ്രോസിക്യൂഷൻ സ്റ്റോറി കൊണ്ട് തന്നെ കാണാം. കാരണം പ്രോസിക്യൂഷൻ സ്റ്റോറി വെറും ഓറൽ എവിഡൻസ് മാത്രമേ ഉള്ളൂ. ഒരു ഇമോഷന്റെ പുറത്ത് ഒരിക്കലും ഒരു കേസ് തെളിയിക്കാൻ കഴിയില്ല. അതിന് കോടതിയിൽ കൃത്യമായ തെളിവുകളാണ് ഹാജരാക്കേണ്ടത്. അത്തരത്തിൽ ദിലീപിനെതിരായിട്ടുള്ളൊരു തെളിവ് ഇതിൽ നമുക്ക് ഈ പ്രോസിക്യൂഷൻ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ കഴിയില്ല. പ്രോസിക്യൂഷന് ഈ കേസിൽ ഒരു രേഖ കൊണ്ടോ എന്തെങ്കിലും ഒരു സാഹചര്യ തെളിവ് കൊണ്ടോ ദിലീപിനെതിരെ അത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയാം. താങ്ക്